ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ യോബിൻ്റെ പുസ്തകം 38:41 വായിക്കുന്നു. കാക്കക്കുഞ്ഞുങ്ങൾ ഇരകെട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നതാര്? ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവത്തിന് തൻ്റെ സൃഷ്ടികളോടുള്ള കരുതലിനെ ഊന്നിപ്പറയുന്ന വേദഭാഗമാണിത്. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ ചരിത്രാതീത കാലത്ത് ദൈവം ആദ്യമായി ആകാശത്തെയും ഭൂമിയെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു. ശേഷം സകലതിനെയും ഉണ്ടാക്കിയ ദൈവം പറഞ്ഞത് ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്നാണ്. മത്തായി സുവിശേഷം 6:26 ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു എന്ന് യേശു പറയുന്നു. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു എന്ന് 146 സങ്കീർത്തനത്തിലും നാം വായിക്കുന്നു. ചുരുക്കത്തിൽ ഏറ്റവും നിന്ദ്യരെന്ന് മനുഷ്യൻ കണക്കാക്കുന്ന കാക്കകൾക്ക് പോലും ദൈവം ദിവ്യമായ പരിചരണം നൽകുന്നു എങ്കിൽ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന് വേണ്ടി ദൈവം എത്രമാത്രം കരുതും. യോബിൻ്റെ കഷ്ടതയിൽ അയ്യോ എൻ്റെ സങ്കടം കേൾക്കുന്നവനുണ്ടായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ യോബ് ഒരിക്കൽ പറയുന്നു. ചുഴലിക്കാറ്റിൽ നിന്ന് യഹോവ യോബിനോട് ഉത്തരമരുളുമ്പോൾ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു എന്നു തുടങ്ങിയ അനവധി ചോദ്യങ്ങൾ. ദൈവമാണ് കാക്കക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാ സൃഷ്ടികളെയും നിലനിർത്തുന്നത് എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് യോബിനെ ദൈവം എത്തിക്കുന്നു. ഇന്ന് ചെറിയ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും കർത്താവിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഓർക്കുക, ദൈവം കരുതുന്നവനാണ്. നാം സ്വന്തം ബുദ്ധിയിൽ ഊന്നാതെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ പരമാധികാരിയും വിശ്വസ്തനുമായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ തയ്യാറാകുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.